സെവൻത് ക്ലാസ്സിലെ പേജ് 68 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 16 മീറ്റർ നീളമുള്ള ഒരു കമ്പി 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങളുണ്ട്? 16 മീറ്റർ നീളമുള്ള കമ്പി 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കുന്നു. 10 മീറ്റർ നീളമുള്ള കമ്പി 2 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ 5 കഷ്ണങ്ങളുണ്ടാവും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 10 ഹരിക്കണം 2 10 മീറ്റർ നീളമുള്ള കമ്പി 2 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ 5 കഷ്ണങ്ങളുണ്ടാവും. അപ്പോൾ 10 ഹരിക്കണം 2 ചെയ്യുന്നത്. ഇവിടെ എന്താണ്? 16 മീറ്റർ നീളമുള്ള കമ്പി 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കുന്നു. അപ്പോൾ 16 ഹരിക്കണം 2/3. ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? വിൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 16 ഗുണിക്കണം വിൽക്രമം 2/3 വിൽക്രമം 3/2. അപ്പോൾ ഇവിടെ തന്നെ ലഘൂകരിക്കാം. 2 1 2 2 16 8 2 16. അപ്പോൾ 3 8 24 കഷ്ണങ്ങളുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 5 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികൾ വേണം? 5 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കണം. അപ്പം 5 ഹരിക്കണം 3/4. 5 ഹരിക്കണം 3/4. ഹരിക്കുമ്പോൾ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. 5 ഗുണിക്കണം 4/3. അപ്പോൾ ഇതെന്താണ്? മിശ്ര ഭിന്നമാണ്. എണ്ണൽ സംഖ്യയും ഭിന്നസംഖ്യയും കൂടിയ മിശ്ര ഭിന്നമാണ്. ഇതിനെ ഭിന്നം മാറ്റണം, വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. 4 5 20 21/4. 21/4 ഗുണിക്കണം 4/3. ഇവിടുന്ന് തന്നെ 4 ഇവിടുന്ന് തന്നെ ലഘൂകരിക്കാം. 4 4 ഒരു പ്രാവശ്യം, 4 4 ഒരു പ്രാവശ്യം, 3 1 3 3 7 3 21. അപ്പോൾ 7. അപ്പോൾ 7 കുപ്പികൾ വേണം. ഇനി അടുത്തത്, 13 കിലോഗ്രാം പഞ്ചസാര 2 കിലോഗ്രാം വീതമുള്ള സഞ്ചികളിലാക്കണം. എത്ര സഞ്ചികൾ വേണം? 13 ഹരിക്കണം 2 13 ഹരിക്കണം 2 രണ്ടും മിശ്രഭിന്നമാണ്, ഭിന്നം മാറ്റണം. 2 13 26 27/2 ഹരിക്കണം 24 8 9/4. ഹരിക്കുമ്പോൾ എന്താണ്? 27/2 ഗുണിക്കണം 4/9. ഇപ്പോൾ 2 ഒരു പ്രാവശ്യം, 4 2 2 4 9 ഒരു പ്രാവശ്യം, 27 3 9. അപ്പം 23 6 സഞ്ചികൾ വേണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 22.5 ചതുരശ്ര സെൻറ്റിമീറ്ററും അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 3/4 സെൻറ്റിമീറ്ററുമാണ്. മറ്റേ വശത്തിൻ്റെ നീളം എത്രയാണ്? പരപ്പളവും ഒരു വശത്തിൻ്റെ നീളവും കിട്ടിയാൽ മറ്റേ വശം കണ്ടുപിടിക്കാൻ പരപ്പളവിനെ ഒരു വശത്തിൻ്റെ നീളം കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ 22 ഹരിക്കണം 3/4. 22 ഹരിക്കണം 3/4. അപ്പം ഭിന്നം മാറ്റണം. 2 22 44 1 45/2
ഹരിക്കണം 3 4 12 3 15 15/4. അപ്പം ഹരിക്കുമ്പോൾ എന്താണ്? വിൽക്രമം കൊണ്ട് ഗുണിക്കണം. 45/2 ഗുണിക്കണം വിൽക്രമം 5/4 വിൽക്രമം 4/15. ഇതിനെയും ഇങ്ങനെ ഗുണിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ ലഘൂകരിക്കാം. 2 ഒരു പ്രാവശ്യം, 4 2 4, 15 ഒരു പ്രാവശ്യം, 45 3 15. അപ്പം 23 6 6 സെൻറ്റിമീറ്ററിലാണ് കൊടുത്തത്. 6 സെൻറ്റിമീറ്റർ. മറ്റേ വശത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. 11.5 മീറ്റർ നീളമുള്ള ഒരു കയറിൽ നിന്ന് 2.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? മിച്ചം എത്ര മീറ്റർ ഉണ്ടാകും? 11.5 മീറ്റർ നീളമുള്ള കയർ. അപ്പോൾ 11.5 ഹരിക്കണം 2.5. 11.5 ഹരിക്കണം 2.5. 2 11 22 1 23/2 ഹരിക്കണം 2 4 1 5/2. അപ്പോൾ 23/2 5/2ൻ്റെ വിൽക്രമം 2/5. അപ്പോൾ 2 വെട്ടിപ്പോയി 23/5 കിട്ടും. 23-ൽ 5 പൂർണ്ണമായി പോവല്ല. അപ്പോൾ 23/5. 23-ൽ 5 എത്ര പ്രാവശ്യം പോവും? 4 5 20. 4 കഴിച്ച് 3 3/5. 4 3/5 എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാമെന്ന് വെച്ച് 4 കഷ്ണം മുറിച്ചെടുക്കാം. 3/5 ബാക്കി വരും. 4 കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. 3/5 മീറ്റർ മിച്ചം വരും. ഓക്കെ.